കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ട ദോശയില്ലേ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പുളിയുള്ള ദോശമാവായിരിക്കും കേട്ടോ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ തലേദിവസമൊക്കെ അരച്ച് വെച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഒരു 2 ദോശയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണമെങ്കിൽ നമുക്ക് ആ മാവ് നമുക്ക് എടുത്ത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. ഒരു സബോള, ഒരു തക്കാളി, 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സബോളയും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ സബോള ഇട്ട് കൊടുക്കാം. എല്ലാം ഒപ്പം ഇട്ട് കൊടുക്കാം, അല്ലാണ്ട് അങ്ങോട്ട് മൊരിയൊന്നും വേണ്ട. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണ്ണ ചൂടായപ്പോൾ നമ്മുടെ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പച്ചമുളകും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കുക. സബോള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നന്നായി മുരിഞ്ഞ് കിട്ടൊന്നും വേണ്ട, നമ്മുടെ സബോളയൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് വാടട്ടെ. സബോള വാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമുക്ക് ഈ ദോശമാവിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ ക്യാരറ്റ് എടുക്കാം, ബീറ്റ്റൂട്ട് എടുക്കാം, എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സബോളയും തക്കാളിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പെട്ടെന്ന് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും നമ്മൾ ബാക്കി ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടത്. അപ്പോൾ അത് സബോള ഇത്രയൊക്കെ വാടി കിട്ടിയാൽ മതി. ബാക്കി ഞാനിത് എടുത്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളിയും കൂടി ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടിയും ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതാ തക്കാളിയും സബോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതാ ഞാനൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു 1/2 ടീസ്പൂൺ മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയാണ്. അതും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. മസാലയുടെയും മുളകിൻ്റെയും ഒക്കെ ഒരു മണം വരുന്നുണ്ട്. കണ്ട, നമ്മുടെ സബോളയും തക്കാളിയൊക്കെ വാടി കെട്ടിയിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ായിട്ട് ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം. ചൂടായതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ദോശമാവ് ഞാൻ ഒരു 2 കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല നൈസ് പാടില്ല കേട്ടോ, കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. പരത്തി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഹോള് വരില്ല, ഇങ്ങനെ ദോശയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ദോശയിൽ ചെറിയ ചെറിയ ഹോൾ വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് വാട്ടിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊത്തപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ വാട്ടാണ്ടാണ് ഇടുന്നത്. വാട്ടിയെടുക്കുമ്പോൾ ഈ സാധനം കറക്റ്റ് സെറ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എല്ലാം തന്നെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ദോശയിൽ മൊത്തമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ദോശയിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും പരത്തിയിട്ട് നമ്മുടെ ഈ സ്പാച്ചില വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം അമർത്തിയതിന് ശേഷം ഒരു 2 കോഴിമുട്ട ഞാൻ പൊട്ടിച്ച് നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ഈ ദോശയുടെ മുകളിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട പൊട്ടിച്ച് അത് ഇടുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല, ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. അപ്പോൾ നമ്മുടെ ദോശയുടെ മുകളിലേക്ക് മൊത്തം നമ്മുടെ ഈ മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മൊത്തം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ മുട്ടയുടെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഈ മുട്ടയുടെ മുകളിൽ കുരുമുളക് ഒന്ന് ജസ്റ്റ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഞാൻ നമ്മുടെ ഒരു മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുമ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ സെറ്റായിട്ടുണ്ട്.
അതിനുശേഷം നമുക്ക് പതുക്കെ തന്നെ എടുത്ത് മറച്ചിടാം കേട്ടോ. ഒന്നും അടർന്ന് അങ്ങനെയൊന്നും വീഴില്ല. അപ്പോൾ ഞാൻ ദേ രണ്ട് സ്പാച്ചിൽ എടുത്തിട്ട് ജസ്റ്റ് പതുക്കെയാണ് മറയ്ക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. മുട്ട അങ്ങനെ ശരിക്കും ഉള്ളിൽ അങ്ങോട്ട് മുകളിൽ വെന്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പരത്തൽ കഴിഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിട്ടതിന് ശേഷം ജസ്റ്റ് നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് സെറ്റായി വെന്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിന് കറികളൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് നമ്മൾ ദോശമാവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഈ തട്ടുകടകളിലൊക്കെ മുട്ട ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ കിട്ടാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റമാണ്. ചില കുട്ടികളൊന്നും മുട്ടയൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ മുട്ട വെച്ച് ട്രിക്കാക്കി നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു പിസയുടെയൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പിള്ളേർക്ക് നമുക്ക് പറ്റിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ കണ്ടില്ലേ, ഒന്നും അടർന്ന് വീണൊന്നുമില്ല. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നമുക്കിതുപോലെ ഉണ്ടാക്കാം. പിന്നെ അടുത്തത് ഞാൻ കുറച്ച് വലിയതാണ് കേട്ടോ ഉണ്ടാക്കിയത്. ആദ്യം ഒരു ചെറുതുണ്ടാക്കി, പിന്നെ എല്ലാ മസാലയും ഇട്ടിട്ട് ഞാനൊരു വലുത് ഉണ്ടാക്കിയിട്ടോ. അതും അതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മളിതുപോലെ തന്നെ പരത്തി കൊടുക്കുക. പരത്തി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ വേണമെന്ന് വെച്ചാൽ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊന്നിങ്ങനെ പരത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് മുകളിൽ ഇങ്ങനെ സ്പൂണുകളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മുട്ട ഒഴിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് മറിച്ചിടുക, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈവനിങ് കുട്ടികൾ വരുമ്പോഴേക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എൻ്റെ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതേവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.